നമസ്കാരം, വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. വെനസ്വേലയെ പിടിച്ചുലച്ച ഇരട്ട ഭൂകമ്പത്തിൽ ഔദ്യോഗികമായി 32 പേരുടെ മരണം സ്ഥിരീകരിച്ചെങ്കിലും മരണസംഖ്യ 10,000 മുതൽ 100,000 വരെയാകാൻ സാധ്യതയുണ്ട് എന്ന് US ജിയോളജിക്കൽ സർവേ ആശങ്ക പ്രകടിപ്പിച്ചു. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് 2 ശക്തമായ ഭൂചലനങ്ങൾ ഉണ്ടായത്. ആദ്യ ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തി. ഇതിന് പിന്നാലെ 7.5 തീവ്രതയുള്ള രണ്ടാമത്തെ ശക്തമായ ഭൂകമ്പവും ഉണ്ടായി. കാരക്കസിൽ നിരവധി ബഹുനില കെട്ടിടങ്ങളും ഒരു ഹോട്ടലും പൂർണ്ണമായി തകർന്നു വീണു. നിരവധി ആളുകൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. രാജ്യത്ത് നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. മൊറോൺ നഗരത്തിന് 16 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി 10 കിലോമീറ്റർ മാത്രം ആഴത്തിലായിരുന്നു രണ്ടാമത്തെ പ്രഭവ കേന്ദ്രം. രാജ്യത്ത് സുനാമി മുന്നറിയിപ്പുമുണ്ട്. ജപ്പാനിലും ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ശക്തമായ ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ജപ്പാനിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു. ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പുകളോ വലിയ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അടുത്ത മാസം നാറ്റോ ഉച്ചകോടി നടക്കാനിരിക്കെ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, പോളണ്ട്, ബ്രിട്ടൻ എന്നീ E5 രാജ്യങ്ങളുടെ തലവന്മാർ ജർമ്മനിയിൽ അടിയന്തര യോഗം ചേർന്നു. നാറ്റോ സഖ്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പങ്കാളിത്തം കൂട്ടുവാനും യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ഉക്രൈന്റെ സുരക്ഷയ്ക്കായി വരും ദിവസങ്ങളിൽ പ്രത്യേക സഖ്യം രൂപീകരിക്കുമെന്ന് യോഗത്തിന് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. G7 ചർച്ചയുടെ തുടർച്ചയായാണ് ഈ യോഗം നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധ ബഡ്ജറ്റുള്ള രാജ്യങ്ങളെ ഉൾപ്പെടുത്തി 2024 E5 രൂപീകരിച്ചത്. യുക്രൈൻ വിഷയത്തിൽ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുക, യൂറോപ്പിൽ നിന്നുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ പിന്മാറ്റമുണ്ടാക്കുന്ന സുരക്ഷാ പ്രതിസന്ധി പരിഹരിക്കുക എന്നിവയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളിൽ നേരിയ പുരോഗതി ഉണ്ടെങ്കിലും ഇറാനിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഇന്ത്യൻ പൗരന്മാർ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം. ഇറാനിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്ന് എംബസി അറിയിച്ചു. പശ്ചിമേഷ്യയിൽ അടുത്തിടെയുണ്ടായ ചില നല്ല മാറ്റങ്ങളുടെയും പൊതുവായ പുരോഗതിയുടെയും പശ്ചാത്തലത്തിലാണ് പുതുനിർദ്ദേശം. അനിവാര്യമായ കാരണങ്ങളാൽ നിലവിൽ ഇറാനിൽ തുടരുന്നവർ ജാഗ്രത പുലർത്തണം. വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്നുള്ള വാർത്തകൾ മാത്രം ശ്രദ്ധിക്കണം. പ്രാദേശിക അധികാരികളുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. സുരക്ഷാ പ്രശ്നങ്ങളുള്ള ഇടങ്ങളിൽ നിന്നും മാറി നിൽക്കണം. ഇറാനിൽ താമസിക്കുന്ന ഇതുവരെയും ഇന്ത്യൻ മിഷനിൽ രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ ഇന്ത്യക്കാരും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നും എംബസി അറിയിച്ചു. ചൈനയുടെ അധീനതയിലുള്ള മക്കാവിൽ നടക്കുന്ന എപെക് 2026 ടൂറിസം മന്ത്രിതല യോഗത്തിലേക്ക് ഉന്നതതല പ്രതിനിധികളെ അയക്കില്ല എന്ന് അമേരിക്ക. വിദേശത്തുള്ള പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് അമേരിക്കൻ ഭരണകൂടം മുൻഗണന നൽകുന്നത്. എന്നാൽ മക്കാവിലുള്ള അമേരിക്കക്കാർക്ക് അടിയന്തര കോൺസുലർ സേവനങ്ങൾ നൽകുന്നതിൽ US നയതന്ത്രജ്ഞർക്ക് ചൈന കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ ബഹിഷ്കരണം. അമേരിക്കൻ പൗരന്മാരെ സഹായിക്കാൻ എത്തുന്ന ഔദ്യോഗിക പ്രതിനിധികൾക്ക് ചൈന ഏർപ്പെടുത്തിയ വിവേചനപരമായ വിസ നിയന്ത്രണങ്ങൾ നീക്കണമെന്ന് US പലതവണ ആവശ്യപ്പെട്ടിരുന്നു. പ്രസിഡന്റ് ട്രംപും ജനറൽ സെക്രട്ടറി ഷീ ജിൻപിങ്ങും മുന്നോട്ട് വെച്ച തുല്യതയുടെയും പരസ്പര ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ അമേരിക്ക ശ്രമിച്ചുവെങ്കിലും ചൈന നിർഭാഗ്യവശാൽ നിർദ്ദേശം തള്ളുകയാണ് ഉണ്ടായത്. നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് പൗരന്മാരെ സംരക്ഷിക്കാൻ അനുവാദമില്ലാത്ത ഒരു സ്ഥലത്ത് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നത് അമേരിക്കയുടെ തത്വാധിഷ്ഠിത നിലപാടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വന്തം പൗരന്മാരുടെ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന സന്ദേശം ഇതിലൂടെ US നൽകുകയും ചെയ്തു. വെൽ ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.